LDF മികച്ച വിജയം നേടുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് LDFന്റെ പ്രധാന പ്രചാരണ വിഷയമെന്നും വിജയരാഘവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. LDF എന്താണ് നിലമ്പൂരിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ? ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ തുടർഭരണത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിനാകെ വികസനപരമായി വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവി പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു പൊതു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ മാതൃകാപരമായ ഒരു ഭരണനിർവഹണം പൂർത്തീകരിച്ച് 5-ാം വർഷത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. ഇത്രയേറെ സമാധാനം പുലരുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറൊരിടത്തുമില്ല. ആ നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും യോജിപ്പും ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തിൽ ഉതകുന്ന തരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിന് പ്രധാനപ്പെട്ട ഘടകമാണ് മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഷം മാത്രമേ നമുക്കിനി അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൂ. അത്തരം ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതികളുടെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ എതിർക്കുന്നവരുടെ അവരുടെ പ്രതിലോമപരമായ പ്രവർത്തന രീതികൾ, വികസന വിരുദ്ധമായ നിലപാട്, വർഗീയതയ്ക്കും ജാതീയതയ്ക്കും കീഴ്പ്പെടുന്ന നിലപാട്, ആ നിലപാടുകളുടെ ആപത്തും നമുക്ക് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ കഴിയും. രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് ഇവിടെ സംവാദ വിഷയമാവുന്നത്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നിലപാടിനൊപ്പം ജനങ്ങളെ അണിനിരത്തി വിജയമുണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിക്കാൻ പോകുന്നത്. LDFന്റെ സംഘടനാ സംവിധാനം നിലമ്പൂരിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? നമ്മുടെ സംഘടനാ സംവിധാനം സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്നതുപോലെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വ നിലയിലെ പ്രധാന സഖാക്കളാകെ ഇവിടെ കേന്ദ്രീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ താഴെത്തട്ടിലും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കും. അതോടൊപ്പം ആശയരാഷ്ട്രീയ പ്രചരണത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി. ഒരു ഭാഗത്ത് സംഘടനാപരമായ മികവാർന്നൊരു ക്രമീകരണവും, വേറൊരിടത്ത് ആശയരാഷ്ട്രീയ പ്രചരണത്തിൻ്റെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ പൂർണ്ണത ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും സംയോജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാ സാധാരണ മനുഷ്യരിലേക്കും നമുക്ക് വളരെ വേഗത്തിൽ ചെന്നെത്തണം. എങ്കിൽ മാത്രമേ ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. UDFന്റെ നേതാക്കൾ പറയുന്നത് എങ്ങനെയും നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ UDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെയൊക്കെ കാലത്ത്. അപ്പോൾ ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആഗ്രഹപ്രകടനം സ്വാഭാവികമാണ്. കാരണം അതിദീർഘമായൊരു കാലം UDFലെ ഒരു നേതാവ് ഇവിടെ MLA ആയിട്ടിരുന്നതാണ്. 34 കൊല്ലമോ മറ്റാണ് അദ്ദേഹം MLA ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ മകനെന്നായിരുന്നു. അതാണ് പൂർണ്ണമായി നിരാകരിച്ചത്. 34 കൊല്ലം ഒരാൾ, പിന്നെ ഒരു 34 കൊല്ലം അദ്ദേഹത്തിൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോഴേക്കിന് പിന്നെ അതുകൂടി ഒരു അരനൂറ്റാണ്ടിൻ്റെയൊക്കെ മേലേക്ക് പോകുന്നത്, പതിറ്റാണ്ടുകളാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി ഉൾക്കൊണ്ടതാണ് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയുടെ ആദ്യ പരാജയത്തിൻ്റെ ഒരു അടിത്തറ. അന്നത്തെ രാഷ്ട്രീയ സ്ഥിതികൾ വേറെ ഉണ്ട്. അപ്പോൾ പിന്നെ തുടർന്ന് വീണ്ടും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പെടുന്നു. അപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് ജയിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. ബാക്കി ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും UDF ജയിച്ചു പോയിട്ട്, പ്രധാനമായും ജാതീയ വർഗീയ ഘടകങ്ങളെ. നല്ല നിലയിൽ പൊളിറ്റിക്കലായ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ
ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന അനുഭവം ഈ നിലമ്പൂരിലുണ്ട്. 5 തവണ ഇടതുപക്ഷ MLA-മാർ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്, അല്ലാതെ എഴുതിത്തള്ളേണ്ട മണ്ഡലമല്ല. അതുപോലെ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഈ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്നൊരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, UDF-നകത്ത് വലിയ തർക്കങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ അവസാന നിമിഷം വരെ പുറത്തു വരികയുണ്ടായി. അവസാനം സാധാരണ പതിവ് കോൺഗ്രസ് ശൈലിയിൽ അവരെല്ലാം അത് അടച്ച് കോർക്കിട്ട് വെക്കുകയാണ് ചെയ്യുക. അത് എല്ലാ കാലത്തും കോൺഗ്രസ്സിലുള്ള ഒരു ശൈലിയാണ്. ആ നിലയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അവർ പലതരം ഒത്തുതീർപ്പുകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഒതുക്കി തീർത്തിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പഴയ കുടുംബാധിപത്യത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ കോൺഗ്രസ്സിൽ വലിയ തർക്കമുണ്ടാക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് പ്രധാനപ്പെട്ട പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ സ്ഥാനാർത്ഥികളാക്കുന്നത്. അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടി തന്നെ നടത്തുന്ന ചരടുവലികളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ അവർ അൻവറിൻ്റെ ഒരു പിൻബലത്തോടു കൂടി വേഗത്തിൽ ജയിക്കാം എന്നുള്ള നിലയ്ക്ക് തയ്യാറാക്കിയ ആ കാര്യപരിപാടിയും ആ എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. ഈ അൻവറിൻ്റെ കാര്യത്തിൽ കിടക്കുമ്പോൾ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ട് LDF നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഇവിടുത്തെ നിലമ്പൂരിലൊരു പ്രാദേശിക നേതാവ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ UDF-ൻ്റെ മുന്നിൽ വാതിൽ തുറക്കുന്നതിന് വേണ്ടി ഞാൻ പലതവണ കേണപേക്ഷിച്ചു, എന്നിട്ട് പോലും തൻ്റെ മുഖത്ത് ചവിട്ടുന്നൊരു നിലപാടാണ് സ്വീകരിച്ചതെന്നൊക്കെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും സംഭവിക്കാനിടയുള്ളൊരു കാര്യമാണത്. UDF-നെ കുറിച്ച് അറിവുള്ള ഒരാൾ ഇത്തരം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കരുതായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ UDF സ്വാഭാവികമായും വലിയ പ്രലോഭനങ്ങൾ നീട്ടിവെക്കും. അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും. രണ്ടും നമ്മൾ കാണണില്ലേ? ഇപ്പോൾ UDF വിരിച്ച വലയിലേക്കാണ് അദ്ദേഹം പോയി അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് കണ്ടതിനേക്കാളും അപകടകരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവെന്നാണ് നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ. ഇവിടെ അദ്ദേഹം പോയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത CPIM-ൻ്റെ ഏതെങ്കിലും ഒരാളെ പോലും ഒപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത കേരളം മുഴുവൻ മനസ്സിലാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കരുത്തുണ്ട്. അത് രാഷ്ട്രീയ നിലപാടിനൊപ്പമാണ്, പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ CPIM-ന് നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിയാതെ ഒറ്റയ്ക്കാണ് അൻവർ പോയത്. അപ്പോൾ അൻവർ പോയി എന്നതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായി നിയോജകമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. പിന്നെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളാകട്ടെ വളരെ യുക്തിഭദ്രമല്ലാത്ത വിഷയങ്ങൾ. താർക്കികമായി കുറേ കാര്യങ്ങൾ പോകാനൊരു ന്യായം പോലെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. മാധ്യമങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കാര്യങ്ങളുടെ ക്രമപ്രബുദ്ധമായ അവതരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതൊന്നും മൗലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും അതിന് വലിയ തോതിലുള്ള സ്വാധീനം സമൂഹത്തിലില്ല. സമൂഹത്തിന് വസ്തുതകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അൻവർ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുറവുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പം മുന്നിൽ വന്നിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ 9 വർഷക്കാലം നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്ലെ അവർക്ക് അനുഭവവേദ്യമാണ്. അത് നമ്മുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തി കൊണ്ടുവരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിലമ്പൂരിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വലിയ സാധ്യതകളില്ല. ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിലമ്പൂർ ഒരു ഡെസ്റ്റിനേഷനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളൊന്നാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും എന്നുള്ളത് പോലെ വന്നു പോകുന്നൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അതിന് സഹായകരമായ രൂപത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവിടെ രൂപപ്പെടുത്തുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ആ ദിശയിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇടതുപക്ഷ ഭരണത്തിൽ. അൻവർ പോയതിന് ശേഷവും ഇവിടെ വികസനത്തിന് കുറവൊന്നും വന്നില്ല. നൂറുകണക്കിന് കോടി രൂപ ഇപ്പോൾ ഈ ഇടക്കാലത്ത് 100-300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ നിയോജകമണ്ഡലത്തിൽ നടക്കേണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ ബേസിക് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, പുതിയ കോളേജ്, അങ്ങനെ ഒരുപാട് വികസന കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ്. കേരളത്തിലെ മറ്റെല്ലാ നിയോജകമണ്ഡലത്തിലും നടക്കുന്നതിന് പുറമെ കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിലൂടെ നടത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വികസനം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിനെതിരായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. എല്ലാം തന്നെ നല്ല നിലയിൽ മുൻകൈ എടുത്തിവിടെ
നടത്തിയിട്ടുണ്ട്, കുറേ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാൻ LDF സ്ഥാനാർത്ഥി വരുന്നത് വളരെ സഹായകരമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ UDF നേതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് വെച്ചാൽ സാധാരണ LDF ആണ് ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. പക്ഷേ ഇതിപ്പോൾ UDF സ്ഥാനാർത്ഥി വന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടും LDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുള്ളൊരു വിമർശനം UDF നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അത് അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണല്ലോ താൽക്കാലികമായിട്ട് തീർത്തു വെച്ചു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇതിപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരുപാട് ദിവസം ഒന്നും കാത്തിരിക്കേണ്ട പ്രശ്നമില്ല. പാർട്ടി ആകുമ്പോൾ പാർട്ടി രീതിയിലേ പറ്റുള്ളൂ. നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ തീരുമാനം വന്നു, വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിയിലൂടെയല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവൻ പോവുക, അതിനുള്ള സംഘടനാ സംവിധാനങ്ങളാണ്. ആ സംഘടനാ സംവിധാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം രാജിവെച്ചപ്പോൾ തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചല്ലോ. അതുകൊണ്ട് അതിൽ ഇതാക്കേണ്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ എന്ന് കണക്കാക്കി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും എന്ന് വന്നപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ ജനങ്ങളുടെ മുന്നിൽ LDFനൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയെന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. നല്ല നിലയിലുള്ള സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ നിലമ്പൂർ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നിലനിർത്തും തീർച്ചയായിട്ടും. അതായത് ഇത് നിലമ്പൂർ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഒരു വിധിയെഴുത്താണ്. കേരളത്തിനൊരു ആത്മവിശ്വാസം നൽകലാണ്, എന്നാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഇന്നത്തെ സവിശേഷമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നിർവഹിക്കുന്ന മികവാർന്ന പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത പാവപ്പെട്ട മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ കരുത്താണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കാണുന്നത്. ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഉൽപ്പതിഷ്ണുക്കളായ മുഴുവൻ ആളുകളും, അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യനും ഈ ഗവൺമെൻറ്റിനെ വലിയ മികവാർന്ന തരത്തിൽ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. ഇത്തരമൊരു ഗവൺമെൻറ് ഇല്ലാതാകുന്നൊരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഇന്ത്യ. ഇന്ത്യയുടെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ മുന്നിലെ തടസ്സമാണ് ഈ ഇടതുപക്ഷം, അതിന് പ്രതിരോധമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. അതില്ലാതാവുക എന്നത് ഒരു ഡാർക്ക് ഏജിലേക്ക്, ഒരു ഇരുട്ടിലേക്കുള്ള ഇന്ത്യയുടെ വേഗതയേറിയ സഞ്ചാരമാണ്. അത് തിരിച്ചറിയാനുള്ള കരുത്താണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതാണ് നിലമ്പൂർ തെളിയിക്കാൻ പോകുന്നത്. കാരണം നിലമ്പൂരിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കേരളത്തിലെ വർഗ സമരങ്ങളുടെ മേഖലയിൽ കർഷകൻ്റെയും കാർഷിക തൊഴിലാളിയുടെയും എസ്റ്റേറ്റ് തൊഴിലാളികളുടെയുമായ വലിയ സമര വീര്യത്തിൻ്റെ ഒരു ഈടുവെപ്പുണ്ട് ഈ നാടിന്. അതിൻ്റെ കരുത്തിലാണ് ഈ നാടിൻ്റെ ശ്രേയസ്സാർന്ന രാഷ്ട്രീയ അടിത്തറ. സ്വാഭാവികമായിട്ടും നിലമ്പൂർ അതിൻ്റെ മഹാപൈതൃകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും. കുഞ്ഞാലിയുടെ നാടാണ്. കുഞ്ഞാലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ വളരെ വലിയ പോരാളികളിൽ ഒരാളാണ്. MLA ആയിരിക്കെ വെടിയേറ്റ് മരിച്ച ഒരാൾ എന്നുള്ളത് ഒറ്റാളേ ഉള്ളൂ കേരളത്തിൽ. അത് സഹ കുഞ്ഞാലിയാണ്. അപ്പോൾ ആ കുഞ്ഞാലിയുടെ വലിയൊരു പൈതൃകമുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ ഉത്തരം രൂപപ്പെടാൻ പോകുന്നത്. ആ രാഷ്ട്രീയ ഉത്തരം കഴിഞ്ഞ കാലത്തേക്കാൾ മികച്ചതാവുക എന്ന് ഉറപ്പാക്കാനാണ് CPIM അതിൻ്റെ